ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ISL സീസണിനിടെ 3 പരിശീലകർക്കാണ് തങ്ങളുടെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. നമുക്കറിയാം, ഈസ്റ്റ് ബംഗാൾ മോശം പ്രകടനത്തെ തുടർന്ന് ആദ്യം കാർലസ് കോഡ്രറ്റിനെ പുറത്താക്കിയിരുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറയെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഹൈദരാബാദ് FC തങ്ങളുടെ ഹെഡ് കോച്ചായ താങ്ബോയ് സിംഗ്ടോയെ പുറത്താക്കിയത്. ഈ രണ്ട് ക്ലബ്ബുകൾക്കും ഇപ്പോൾ പുതിയ പരിശീലകനെ ആവശ്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷണം തുടരുകയാണ്. ISL പരിചയസമ്പത്തുള്ള ഏതെങ്കിലും ഒരു പരിശീലകനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻഗണന നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഹൈദരാബാദ് FCയും ലക്ഷ്യം വെക്കുന്നത് മികച്ച പരിശീലകനെ തന്നെയാണ്. ഇന്ത്യൻ പരിശീലകരെയും വിദേശ പരിശീലകരെയും ഒരുപോലെ ഹൈദരാബാദ് സമീപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അത് ഖേൽനൗ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജോവോ ജനീറോ, അതുപോലെ തന്നെ സ്റ്റൈക്കോസ് വെൾഗറ്റിസ് എന്നിവരെ ഹൈദരാബാദ് സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവർ ഒരു മികച്ച പരിശീലകനെ കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റൈക്കോസ് വെൾഗറ്റിസിന്റെ കാര്യത്തിൽ മറ്റൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അതായത് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 ക്ലബ്ബുകൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ആ 2 ഓഫറുകളും വെർഗറ്റിസ് നിരസിക്കുകയായിരുന്നു. കാരണം സീസണിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരു ടീമിനെ ഏറ്റെടുക്കാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഓഫറുകൾ തള്ളിക്കളഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈദരാബാദ്, അതുപോലെ തന്നെ മുഹമ്മദൻസ് എന്നിവരാണ് ഈ പരിശീലകനെ സമീപിച്ചത് എന്നാണ് റൂമറുകൾ. അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. നേരത്തെ പഞ്ചാബ് FCയെ പരിശീലിപ്പിച്ച പരിശീലകനാണ് വെർഗറ്റിസ്. പഞ്ചാബിന് I-ലീഗ് കിരീടം നേടിക്കൊടുക്കുകയും അതുവഴി ISL പ്രൊമോഷൻ നേടിക്കൊടുക്കുകയും ചെയ്ത പരിശീലകനാണ് ഇദ്ദേഹം. എന്നാൽ നിലവിൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സമീപിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെ കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.